ഹായ് ഹലോ ഇന്ന് എൻ്റെ വീട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ ചെന്നപ്പോൾ ഉമ്മ അത് ചപ്പാത്തിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി വന്നതാണ് ഞാനും അനിയത്തി. ഒരാൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കും, അപ്പോൾ ഒരാൾ പരത്തി കൊടുക്കണേ. പരത്തുന്ന ദൗത്യം ഞാനാട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്മ കുറച്ചൊക്കെ പരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നേരം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. വീഡിയോ എടുക്കണോണ്ട് എന്താ അറിയില്ല, പരത്തെല്ലാം അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് ഫ്ലോപ്പായി പോയിട്ടാണ്. ചില ടൈമിൽ നല്ല അടിപൊളിയായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചുടാൻ തുടങ്ങിയിട്ട് ഉമ്മ ചുടുന്നുണ്ടായിരുന്നു. പിന്നെ പരത്തി കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടല്ലേ വീഡിയോ എടുക്കലും ഇതൊക്കെ ഞാൻ പരത്തിയതാണ് കേട്ടോ. പിന്നെ അനിയത്തി മോൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയാണ്ട് ഉണ്ടാക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അവൾക്ക് ഞായറാഴ്ച ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അവളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം ഒന്ന് അങ്ങോട്ട് അയച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ ഞാനിത് സ്റ്റിച്ചിങ് റെഡിയാക്കിക്കൊണ്ടിരിക്കാമെന്നാണ്. അവൾക്ക് ലൂസും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ കുറച്ച് ഉരുളകളെടുത്ത് പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂരി. അങ്ങനെ അത് ഉണ്ടാക്കിയതായിരുന്നു കേട്ടത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ ഉമ്മ വിളിച്ചതിട്ടുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വന്നോ പറഞ്ഞു. അപ്പോൾ കിട്ടിയ പാസിൽ നമ്മളെടുത്ത് ഇത് കണ്ടോ, ഡ്രസ്സ് ഷേപ്പായതിനു ശേഷം ഇവളെ ഫാഷൻ പരേഡാട്ടോ. ഇവളെ അങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എണീച്ച പാടന കേട്ടോ അവൾ. അതിന് ശേഷം ഞങ്ങൾ രാവിലെ തന്നെ കഴിക്കൽ തുടങ്ങി. അപ്പോൾ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞു. നല്ല ചിക്കൻ കറിയും പൂരിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവളെ ഒരിക്കൽ തുടങ്ങി അനിയത്തി. അപ്പോൾ അവൾക്ക് അന്ന് സ്കൂളിൻ്റെ ഇഷ്മോൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അവളെ കൊണ്ടാക്കാൻ ഇഷ്മോൾ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സ്കൂളിലോട്ട് അവൾക്കൊരു കൂട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ഉപ്പ കേട്ടോ കൊണ്ടാക്കി കൊടുക്കുന്നത്. ഉപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്മോൾ അവളെ നോക്കുന്നൊരു വലിയൊരു താത്തയാണ്. അങ്ങനെ കേട്ടോ അവരെ ഓരോ കളികളൊക്കെ ആയിട്ട് കണ്ടില്ല. അവളെ വിഷമമാണ് മുഖത്തുണ്ട്. ഇത്താത്തൊന്നും എനിക്ക് സ്കൂളുണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൾക്ക് മടിയൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ അവർ പോകാൻ തുടങ്ങുന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുക്കല്ലേ. അങ്ങനെ റീൽ എടുത്തോട്ടോ. മറ്റേ അസർമുല്ല മാണം വിഷം ആ റീൽസിന് അവർ എടുത്താണ്. ഈ റീൽസ് കാണണമെങ്കിൽ ഷോർട്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ കുട്ടികളല്ലേ, അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. പിന്നെ അവരെ പോക്കും ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓട്ടോയിൽ. അവരെ പോക്കും തിക്കും തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഉമ്മ പറഞ്ഞു നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യമാണ്. അനിയത്തിയാണ് കേട്ടോ ഉള്ളിയൊക്കെ തൊലി പൊളിക്കണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള ലീഫാണ്ടത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതിൽ കാട്ടിത്തന്നതാണ്. നമ്മളെ വീട്ടിലുണ്ടായില്ലേ ബേ ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് ഓരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ചിക്കൻ നോക്കുന്നത് അനിയത്തിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്നേ ദിവസം നമുക്ക് ബിരിയാണി പൊരിച്ചിട്ട് വെക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചതായിരുന്നു. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അന്നേ ദിവസത്തെ ബിരിയാണി. അങ്ങനെ അത് മസാല പുരട്ടിയതിന് ശേഷം പൊരിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ എന്നും പൊരിക്കുന്നത് ഒരായിട്ട്. പിന്നെ തലേ ദിവസത്തെ കേക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാമായിരുന്നു കേട്ടോ. അതൊക്കെ ബിരിയാണി വെക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു. എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഓരോ സറ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ കേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ബിരിയാണി റെഡിയാക്കാനുള്ള അതിൻ്റെ മസാലയാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിൻ ഷെഫ് നമ്മൾ തന്നെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഏതായാലും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ദമ്മിട്ട് വെക്കണം. അങ്ങനെ ദമ്മിടാനും വേണ്ടിയിട്ട് ചോറൊക്കെ ഊറ്റിയതിന് ശേഷം ആ ഒരു കലത്തേക്ക് തന്നെയാണ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം അങ്ങോട്ട് കൈകൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലൊരു ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ്. എനിക്ക് എങ്ങനെ ഇതേപോലെ ചട്ടക്കും ഇതൊക്കെ എടുത്ത് ചെയ്താലോ ഒരു റെഡി ആയില്ല. അങ്ങനെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ പൊളിച്ച് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ ഇതാണ് കേട്ടോ ദമ്മിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അന്നേരം അനിയത്തിയാണ് തറയൊക്കെ. അതിനിടയിൽ ഇഷ്മോൾ കടയിൽ പോയിട്ട് ഞങ്ങൾക്കൊക്കെ സിപ്പപ്പും അവൾക്ക് സോന പപ്പടിയൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. അവിടെ ചെന്നാൽ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാനും പിന്നെ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ.
പിന്നെ ഒരു 12 മണി ടൈമിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കണ ഒരു ഇതുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഉമ്മാക്കൊക്കെ അങ്ങനെ ഉള്ളതായിരുന്നു കേട്ടോ. പപ്പടം ഉള്ളിയും തക്കാളിയും ഇതും മീൻ കറി അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നിന്ന ടൈമിൽ എന്താണ് ചോറൊക്കെ റെഡിയാക്കിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ ചോറ്, ഒന്നും പറയാണ്ടായിരുന്നില്ല. നല്ല എന്താ പറയുക, ബിരിയാണിയും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയും സലാഡും ചമ്മന്തി അച്ചാറും പപ്പടമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ ബിരിയാണിക്ക് പപ്പടം അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിക്കും, ഒരുവിധം കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ അതും കഴിക്കും. അങ്ങനെ ഉമ്മ കൊപ്ര ഇനി ആട്ടാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചാക്കിലാക്കാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വാരിയൊക്കെ വെച്ചതിന് ശേഷം ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് ഞങ്ങൾ പഴം വാട്ടാൻ വെച്ചിട്ടുള്ളതാട്ടത്. അങ്ങനെ പഴം വാട്ടി കഴിച്ച് പിന്നെ കുട്ടികൾക്കും അവർക്കും വേണമല്ലോ, അനിയത്തിൻ്റെ മോള് സ്കൂളിലൊക്കെ വരും, അപ്പോൾ അവർക്കും കൊടുക്കാം. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നൈറ്റിൽ ഇഷ്മോക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവളിങ്ങനെ വേണോ വേണ്ട എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ മോൾ അവിടെ അവളും അവളെ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റിൽ ഞങ്ങൾ പിന്നെയും ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ഉണ്ടായാൽ ഞാനൊക്കെ 2-3 പ്രാവശ്യം കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എത്ര